സംസ്ഥാനത്തെ ബേബ്കോ ഔട്ട്ലെറ്റുകൾ വഴി പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന പദ്ധതിയോട് മുഖം തിരിച്ച ജില്ലയിലെ മദ്യപാനികൾ. വാങ്ങിയ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരികെ ഏൽപ്പിക്കുമ്പോൾ അധികമായി ഈടാക്കുന്ന 20 രൂപ തിരികെ കൊടുക്കുന്ന പദ്ധതി ജില്ലയിലെ 10 ഔട്ട്ലെറ്റുകളിലാണ് നടപ്പിലാക്കിയത്. ഇതിനെ മാന്യമായി നേരിട്ട ഒരു കണ്ണൂർക്കാരനാണ് ഇപ്പോൾ താരം. ഈ പറഞ്ഞ ആശാൻ ബുധനാഴ്ച വൈകുന്നേരം 5:30 പാറക്കണ്ടിയിലെ ബിവറേജസ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാലയുടെ കൗണ്ടറിൽ നിന്നും കുപ്പി വാങ്ങി പുറത്തേക്കുള്ള വഴിയിൽ നിന്ന് തിരിഞ്ഞു നടന്നത്. ആശാൻ മറ്റാരെയും ശ്രദ്ധിക്കുന്നില്ല. അല്ലല്ല, ശ്രദ്ധിക്കാനുള്ള നേരമില്ല, അതാട്ടോ. പിന്നെ കളി എന്നോടോ എന്ന ഭാവത്തിൽ അരയിൽ നിന്നും മറ്റൊരു കാലിക്കുപ്പി എടുത്ത് മദ്യം പൊട്ടിച്ച് ഒരു തുള്ളി താഴെ പോവാതെ അതിലേക്ക് അങ്ങ് പകർത്തി. എന്നിട്ട് തിരിഞ്ഞ് ഒരു മോഹൻലാൽ സ്റ്റൈലിൽ നടത്തം. പിന്നെ വീണ്ടും കൗണ്ടറിലേക്ക്. കാലിയായ കുപ്പി മേശമേൽ വെച്ച് ജീവനക്കാരിയെ വിളിച്ചു. മാഡം, ആ 20 രൂപ തന്നാൽ എനിക്ക് പോകാമായിരുന്നു. ആള് പിടിവിടുമെന്ന് തോന്നിയതിനാൽ ജീവനക്കാരി പെട്ടെന്ന് തന്നെ ഓടി വന്ന് കുപ്പി പരിശോധിച്ച് 20 രൂപയുടെ നാണകം തിരികെ കൊടുത്തു. തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന ഭാവത്തിൽ സർക്കാരിനെ 4 തെറി വിളിച്ച് ഈ പറഞ്ഞ ആശാൻ താഴേക്കിറങ്ങി. ബിവറേജസ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാലകളിൽ പ്ലാസ്റ്റിക് കുപ്പികളിലെ മദ്യത്തിന് അധിക വില ഈടാക്കുന്ന ദിവസം ജില്ലയിൽ കണ്ട കൗതുക കാഴ്ചകളിൽ ഒന്ന് മാത്രമാണ് ഈ പറഞ്ഞത്. പ്ലാസ്റ്റിക് കുപ്പികളിലെ മദ്യത്തിന് അളവ് വ്യത്യാസമില്ലാതെ 20 രൂപയാണ് കൂട്ടിയത്. CD തയ്യാറാക്കിയ ലേബൽ കുപ്പികളിൽ പതിക്കും. ബില്ലിനൊപ്പം 20 രൂപയുടെ സ്ലിപ്പ് നൽകും. അടച്ച ശേഷം ലേബൽ പോകാതെ കുപ്പി അതേ ഷോപ്പിൽ തിരിച്ചു നൽകിയാൽ 20 രൂപ തിരികെ കിട്ടും. കണ്ണൂരിലെയും കോഴിക്കോടെയും 20 ഷോപ്പുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി തുടങ്ങിയത്. രാവിലെ ആശയക്കുഴപ്പം തീരാതെയാണ് ഷോപ്പുകളിൽ ജീവനക്കാരെത്തുന്നത്. 1-ാം ദിവസം പദ്ധതി മദ്യവിൽപ്പനയെ ചെറിയ തോതിൽ ബാധിച്ചതായി ജീവനക്കാർ പറഞ്ഞു. 20 രൂപ അധികം വാങ്ങുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നാണ് മദ്യപാനികളുടെ നിലപാട്. 50 രൂപയ്ക്ക് ഹരിതകർമ്മ സേന പ്ലാസ്റ്റിക് കുപ്പികൾ എടുക്കുമ്പോൾ ഒരു കുപ്പി 20 രൂപ എന്ന നിരക്കിൽ വാങ്ങുന്നതിൽ സർക്കാരിനോട് പ്രതിഷേധവും അറിയിച്ചാണ് പലരും മദ്യം വാങ്ങി മടങ്ങിയത്. പ്ലാസ്റ്റിക് കുപ്പികളിൽ ധാരാളമായി മദ്യം വിൽപ്പന ചെയ്യുന്ന സാധാരണ കൗണ്ടറുകളിൽ ഉച്ചയോടെ 100-നടുത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രമാണ് തിരികെ എത്തിയത്. അതേസമയം പ്രീമിയം കൗണ്ടറുകളിൽ തിരികെ എത്തിയ കുപ്പികളുടെ എണ്ണം 2 അക്കം തികഞ്ഞില്ല. ചില വിരുദ്ധന്മാർ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളുമായി വന്ന് സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ച് തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു. മദ്യം വാങ്ങിയ സ്ഥലത്തു തന്നെ കുപ്പികൾ തിരിച്ചേൽപ്പിക്കണമെന്ന തീരുമാനം മാറ്റണമെന്ന ആവശ്യവും മദ്യപർക്കുണ്ട്. പണം കൂട്ടിയതറിയാതെ ടച്ചിങ്സിനുള്ള പണം കൂടി കൊണ്ടുവന്ന് അതും കൂടി മദ്യത്തിനായി ചിലവാക്കേണ്ടി വരുന്ന വിഷമവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ജീവനക്കാരും ആശങ്കയിലാണ്. പുതിയ പരിഷ്കരണത്തിൽ ജീവനക്കാരും ആശങ്കയിലാണ്. തിരക്കുള്ള ദിവസങ്ങളിൽ ഇത് വിൽപ്പനയെ ബാധിക്കുമെന്നാണ് ജീവനക്കാരുടെ അഭിപ്രായം. തിരിച്ചെത്തിയ കുപ്പികളിൽ സ്റ്റിക്കർ പതിപ്പിക്കാൻ എടുക്കുന്ന സമയം നീണ്ട നിരയ്ക്കും ഇടയാക്കും. അന്യസംസ്ഥാന തൊഴിലാളികളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാനും ഇന്നലെ ജീവനക്കാർ പെടാപ്പാട് പെട്ടിട്ടുണ്ട്. രാത്രി 9-ന് കൗണ്ടർ അടച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്ന കുപ്പികളുടെ എണ്ണം തിട്ടപ്പെടുത്തേണ്ട അധിക ഭാരവും ജീവനക്കാർക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ജില്ലയിൽ പാറക്കണ്ടി, താണ, കീഴ്ത്തളി, പാടിക്കുന്ന്, ചക്കരക്കൽ, ചിറക്കുനി, കൂത്തുപറമ്പ്, പാണപ്പുഴ, കേളകം, പയ്യന്നൂർ തുടങ്ങിയ ബിവറേജസുകളിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. കാലിക്കുപ്പി ശേഖരിക്കാൻ കുടുംബശ്രീ പ്രവർത്തകരെ നിയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആരും എത്തിയില്ല. ആശയക്കുഴപ്പം ജീവനക്കാർക്ക് മാത്രമാണ് ആദ്യ മണിക്കൂറിൽ തന്നെ സാധനം വാങ്ങിയവർ തെളിയിച്ചു. കട തുറന്ന നിമിഷങ്ങൾക്കുള്ളിൽ പാറക്കണ്ടിയിലെ ഷോപ്പിൽ 1/2 ലിറ്ററിന്റെ ബ്രാൻഡി കുപ്പികൾ തിരിച്ചെത്തി. വൈകിട്ട് 5:30 ഇവിടെ 100 കണക്കിന് വീതമുള്ള 2 ചാക്കുകൾ നിറഞ്ഞു. ഇതുതന്നെയായിരുന്നു കൂത്തുപറമ്പ്, പയ്യന്നൂർ എന്നിവിടങ്ങളിലെയും അവസ്ഥ. കൂത്തുപറമ്പിൽ 5 മണിയോടെ 45 കുപ്പികൾ തിരിച്ചെത്തി. പയ്യന്നൂരിൽ ഉച്ചയോടെ എത്തിയത് 30 ആണ്. എല്ലായിടത്തും ചെറിയ ശതമാനമേ ആദ്യ ദിവസം തിരിച്ചെത്തിയിട്ടുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മദ്യത്തിന് വില കൂട്ടുമ്പോൾ അളവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ ക്വാർട്ടർ മുതൽ ലിറ്റർ വരെ ഒരുപോലെ 20 രൂപ ഒന്നിച്ചു കൂട്ടിയത് അന്യായമാണെന്നാണ് ഉപഭോക്താക്കളുടെ ആക്ഷേപം. പലരും കുപ്പികൾ തിരിച്ചെത്തിക്കാൻ മെനക്കെടില്ല എന്നതാണ് പരാതിയുടെ അടിസ്ഥാനം. തിരിച്ചേൽപ്പിച്ചവരെല്ലാം മദ്യശാലയ്ക്ക് അടുത്തുനിന്ന് തന്നെ കുപ്പി കാലിയാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങളിലെ മദ്യപാനം വർദ്ധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ബില്ലും മദ്യവും നൽകുന്നതിനൊപ്പം സ്റ്റിക്കർ പതിക്കലും സ്ലിപ്പ് നൽകുന്നതുമെല്ലാം സമയമെടുക്കുന്നുവെന്ന പരാതി ജീവനക്കാർക്കും വരി നിൽക്കുന്നവർക്കും ഒരുപോലെയുണ്ട്. ബില്ലിനൊപ്പം സ്റ്റിക്കർ പതിപ്പിച്ച് സ്ലിപ്പും കൊടുത്താൽ സമയമെടുക്കുന്നതോടെ 7 മണിക്ക് ശേഷം ഷോപ്പുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പലയിടത്തും നീണ്ട വരി ഉത്സവകാല കച്ചവടത്തിന് സമാനമായാണ് കാണപ്പെട്ടത്.